സ്വർണ്ണവും ഡ്രസ്സും ഇല്ലെങ്കിൽ പെണ്ണില്ല, ഭാര്യയില്ല. ഡിറ്റക്റ്റീവ് ഉണ്ണി കമലേശ്വരത്തിന് അത് മനസ്സിലായല്ലോ. കരുണയ്ക്കും ഒരു നെക്ലസ് വാങ്ങിയിട്ടുണ്ടെന്നാ പറഞ്ഞത്. നീ കൂടുതൽ ഞെളിയേണ്ട ആവശ്യമൊന്നുമില്ല. നിന്റെ ഭർത്താവ് നിനക്ക് എന്തെങ്കിലും വാങ്ങി തന്നോ? ഹലോ ഗൈസ്, അങ്ങനെ നമ്മുടെ മഹാലക്ഷ്മിയിൽ കണ്ണൻ നമ്മുടെ കരുണയ്ക്ക് കൊണ്ടുവന്ന നെക്ലസ് കൊടുക്കുകയാണ്. വിഷുക്കോടി എല്ലാവർക്കും കൊടുക്കുന്നുണ്ട്. കരുണയ്ക്ക് പിന്നെ നെക്ലസ് കിട്ടിയ പാടെ കരുണ വേറെ ലെവലിലെത്തി. അപ്പൊ നമ്മുടെ ഉണ്ണി വന്നിട്ട് നമ്മുടെ കരുണയുടെ അടുത്ത് പറയുന്നുണ്ട്, അയാൾ ഇതേപോലത്തെ നെക്ലസ് അയാളുടെ ഭാര്യയ്ക്കും കൊടുത്തിട്ടുണ്ടാകും ചിലപ്പോ എന്നിങ്ങനെ പറയുന്നുണ്ട്. ആ ഒരു സംശയ കണ്ണോടുകൂടി പറയുന്നുണ്ട്. അപ്പൊ നമ്മുടെ കരുണ നമ്മുടെ ഉണ്ണിക്കിട്ട് തിരിച്ച് കടുത്ത മറുപടി തന്നെയാട്ടോ കൊടുക്കുന്നേ. നിങ്ങളിങ്ങനെ സംശയ കണ്ണുമായിട്ട് നടന്നോ? കണ്ടോ, ആണുങ്ങൾ പെണ്ണുങ്ങൾക്ക് ഇതേപോലത്തെ മനോഹരമായിട്ടുള്ള ഗിഫ്റ്റ് കൊടുക്കും, അല്ലാത്തവര് വെറുതെയാ, വേസ്റ്റ്, ഡിറ്റക്റ്റീവായിട്ട് ഇങ്ങനെ വേഷം കെട്ടി നടക്കാന്ന് മാത്രമേ ഉള്ളൂ എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ ഉണ്ണിക്കിട്ട് നമ്മുടെ കരുണ നല്ല താങ്ങുന്നുണ്ടേ. അപ്പുറത്താണെങ്കിൽ നമ്മുടെ ലേഖയും മഹാലക്ഷ്മി നമ്മുടെ കണ്ണം കൊടുത്ത നെക്ലസ് ഒക്കെ ഇട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഭംഗിയൊക്കെ ആസ്വദിക്കുവാണേ. അപ്പൊ മഹാലക്ഷ്മി എന്നിട്ട് ലേഖയുടെ അടുത്ത് പറയുന്നുണ്ട്, കണ്ണേട്ടൻ ഇതുപോലൊരു നെക്ലസ് കരുണയ്ക്കും കൊടുത്തിട്ടുണ്ട് എന്ന് പറയുകയാണ്. അപ്പൊ ലേഖ പറയുന്നുണ്ട്, അവക്ക് എന്തിനാ കൊടുക്കുന്നേ? അവക്ക് കൊടുക്കേണ്ട ആവശ്യമുണ്ടോ? അവരൊക്കെ മഹീനെ വെറുക്കുന്നവരല്ലേ. പിന്നെ നാടകം കളിക്കുമ്പോൾ ഇങ്ങനെയൊക്കെ വേണ്ടി വരും എന്ന് നമ്മുടെ മഹാലക്ഷ്മിയും കൂട്ടിച്ചേർക്കുന്നുണ്ടേ. പിന്നീട് നമ്മുടെ മഹാലക്ഷ്മിയും കരുണയും ഇവരൊക്കെ ആ ഒരു എന്താ പറയാ, പ്രതാപനെയും മുത്തശ്ശീനെയൊക്കെ കാണാൻ വേണ്ടി പോവുകയാണ്. മഹാലക്ഷ്മി മോഹിനി അമ്മേനെയും കാണാൻ പോവാണ്, വിഷു അല്ലേ. അപ്പൊ അവർക്കൊക്കെ എന്തെങ്കിലും ഗിഫ്റ്റ് ഒക്കെ ആയിട്ട് പോകുക കേട്ടോ രണ്ടുപേരും. അപ്പൊ അവിടെ ചെല്ലുമ്പോൾ നമ്മുടെ കരുണയും മഹാലക്ഷ്മിയെ നേർ കാണും. എന്നിട്ട് കരുണ നമ്മുടെ മഹാലക്ഷ്മിയോട് പറയുന്നുണ്ട്, കണ്ടോടി, കണ്ണേട്ടൻ എനിക്ക് തന്ന ഗിഫ്റ്റ് ആണിത്, നിനക്ക് എന്തെങ്കിലും തന്നോടി എന്നൊക്കെ പറഞ്ഞ്, നീ അത്രയോ ഉള്ളടി എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ കരുണ മഹാലക്ഷ്മിയെ ചവിട്ടി താഴ്ത്തുന്നുണ്ടേ. അപ്പൊ മഹാലക്ഷ്മി തിരിച്ച് ഒറ്റ ഡയലോഗ് പറയുന്നുള്ളൂ, അതിലങ്ങാട് വീണ് തകർന്നു പോകുന്നുണ്ട് നമ്മുടെ കരുണ. വേറൊന്നുമല്ല, ഇത് നിന്റെ ഭർത്താവ് തന്നോന്നും അല്ലല്ലോ എന്നൊരൊറ്റ ഡയലോഗ്. അതിൽ നമ്മുടെ കരുണ മിണ്ടാട്ടം മുട്ടി എന്താ പറയാ, ഭയങ്കര സങ്കടത്തിൽ നിൽക്കുന്ന ഒരു രംഗങ്ങളൊക്കെ തന്നെയാട്ടോ കൂട്ടുകാരെ നമുക്ക് കാണുവാൻ സാധിക്കുന്നതേ. മഹാലക്ഷ്മിയുടെ ഭാഗത്തു നിന്നും ഇങ്ങനെ ഒരു മറുപടി കരുണ പ്രതീക്ഷിച്ചതേ ഇല്ല. എന്തായാലും എല്ലാം പാളിപ്പോയി. കാത്തിരിക്കാട്ടോ അടുത്തൊരു വീഡിയോയുമായി വരുന്നത് വരയ്ക്കും. മലയാളി സൈനിങ് ഓഫ്.